ദിയാകൃഷ്ണയ്ക്കുള്ള മറുപടിയായിട്ട് കൊടുക്കുന്നത്, വിച്ച് ഇസ് പ്രൂവ്ഡ് ബൈ യുവർ സിസ്റ്റർ, ലേൺ ഫ്രം ഹെർ. അപ്പോൾ ദിയാകൃഷ്ണയോട് അവിടെ പറയുന്ന ഡയലോഗ് എന്ന് വെച്ചാൽ, ഹൻസിക അത് പറഞ്ഞോടുകൂടി ദിയനോട് പറയുന്നത് വെച്ചാൽ, നീ നിൻ്റെ അനിയത്തിയെ കണ്ടു പഠിക്കുന്നു, അവിടെ ഇട്ടു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം ഹൻസിക കൃഷ്ണയാണ് കേട്ടോ. അതായത് ഹൻസു ബി, കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണയുടെയും മോളായിട്ടുള്ള ഹൻസിക കുറച്ച് ദിവസം മുന്നേ സോഷ്യൽ മീഡിയയിൽ വളരെ ഹോട്ടായിട്ടുള്ള ഒരു സംസാര വിഷയമായിരുന്നു. കാരണം വെച്ചാൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഓരോ സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തും പറഞ്ഞു വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് സബ്സ്ക്രിപ്ഷൻ. അത് ഏത് രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ളത് അതാത് വ്യക്തികളാണ് തീരുമാനിക്കുന്നത്, അവരുടെ ഇഷ്ടമാണ്. പിന്നെ അത് മാന്യമായ രീതിയിൽ, അതായത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് കൃഷ്ണകുമാർ ഫാമിലി, അവർക്കൊന്നും ഇതുപോലത്തെ കാര്യങ്ങൾ, ഹൻസികയുടെ വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആ വിഷയത്തിൽ വീഡിയോ ചെയ്തില്ല, നമ്മുടെ ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒരു പോസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതായത് പിന്നെ ഓരോരുത്തരും ഇഷ്ടമാണ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. പിന്നെ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി അവർക്ക് ഇതുപോലത്തെ ബാക്കിയുള്ളവരൊക്കെ കാണിക്കുന്നത് പോലെയുള്ള സബ്സ്ക്രിപ്ഷനിൽ വീഡിയോസ് ഇട്ടിട്ട് അതുപോലെ മുന്നോട്ട് പോയിട്ട് അങ്ങനെ കാശ് ഉണ്ടാക്കാനുള്ള, അൾട്ടിമേറ്റ്ലി പൈസയാണല്ലോ ഇതിൽ മുഖ്യം. അങ്ങനെ ഒരു ആവശ്യം അവർക്കില്ല. പിന്നെ അവർ ചെയ്യാതിരിക്കുക, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആരാണെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും കാര്യം ഒരു കടുകുമണിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയും, ചെറിയ കോൺട്രവേഴ്സി പോലും ഒരുപാട് പേരെടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള ഇന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതിനൊരു എൻവയോൺമെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആൾക്കാർ മുന്നോട്ട് പോവുക എന്നുള്ളൊരു പോസ്റ്റ് മാത്രമാണ് ഞാൻ ആ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇത്രയും ദിവസത്തിന് ശേഷം ഇവരുടെ ഹൻസികയുടെ ഒരു എക്സ്പ്ലനേഷൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നു. ഇംഗ്ലീഷിലാണ്, അതിൻ്റെ മലയാളമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, കാണാത്തവർക്കായിട്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ 1K അല്ല 100K ആവാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി പെട്ടെന്ന് ഈ ഒരു 100K അടിക്കാൻ എനിക്ക് സപ്പോർട്ടായിരിക്കും. ഒന്ന്. രണ്ടാമത്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ അൽഗോരിതം പ്രകാരം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് തുടരെ ടോപ്പിക്സ് നിങ്ങളിലേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ കോണ്ടൻറ്റ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഹൻസികയുടെ പോസ്റ്റ് എങ്ങനെയാണ്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹൻസികയാണ്. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പറഞ്ഞ പോലെ ഇംഗ്ലീഷിലാണ്, പക്ഷേ ഞാൻ മലയാളം പറഞ്ഞുതരാം. ഏകദേശം 3 ആഴ്ച മുമ്പ് എൻ്റെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ഫീച്ചറിലൂടെ പങ്കുവെച്ച ഒരു വീഡിയോയെ സംബന്ധിച്ചൊരു സംഭവം ഉണ്ടായി. പിന്നോട്ട് നോക്കുമ്പോൾ അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അശ്രദ്ധയും മണ്ടത്തരവുമായ തീരുമാനമായിരുന്നു. അതിൽ ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു. അതിനെ ന്യായീകരിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 1 മാസമായി ഞാൻ വളരെ വേദനയും ഖേദവും മനസ്സിലെ ഭാരവും അനുഭവിക്കുകയാണ്. ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നത് എനിക്കൊരു ആശ്വാസം നൽകുമെന്ന് തോന്നി. എന്നെ സത്യസന്ധമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവർക്ക് ഇത് നേരിട്ട് എന്നിൽ നിന്ന് കേൾക്കുന്നത് ഒരു വ്യത്യാസമുണ്ടാക്കുമെന്നതുമാണ് എൻ്റെ വിശ്വാസം. ഈ പെൺകുട്ടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് ഒരു വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, അപ്പോൾ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ പോസ്റ്റിലും കൂടി എഴുതിയിട്ടുള്ളത്. ഞാൻ ഇന്നും അത് എന്തുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തതെന്ന് കൃത്യമായി അറിയുന്നില്ല. അതൊരു തെറ്റായിരുന്നു. നമ്മളുടെ മിസ്റ്റേക്സ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം വേറൊരു സംഭവമില്ല. ഒരാളുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അത് വിചാരിച്ച് അത് പശ്ചാത്തപിച്ചതാക്കല്ല, അത് തുറന്ന് സമ്മതിക്കുക ആൻഡ് മൂവ് ഓൺ. ഇത് മിസ്റ്റേക്സ് പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കില്ല. പിന്നെ ഇത് അവതരിപ്പിക്കുന്ന രീതി, ഇപ്പോൾ ഞാൻ എത്രത്തോളം വായിച്ച സ്ഥിതിക്ക് ഇത് അവതരിപ്പിക്കുന്ന രീതിയിലും കുറച്ചൊരു മെച്യൂരിറ്റി ഫീൽ ചെയ്തു. അൺലൈക്ക് ഞാൻ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കമ്പാരിസൺസ് വരും. അത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും കിടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ മറ്റേ ദിയാകൃഷ്ണയുടെ കേസിൽ, ഇപ്പോൾ അശ്വിൻ്റെ ആ ഒരു കേസ് കണ്ട സമയത്ത്, സംസാരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം പറ്റി, അതിന് ന്യായീകരിക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ പറ്റിപ്പോയത് ഇതാണെന്നുള്ളത് അപ്പോഴും അതേ ആ ഒരു സ്ട്രെങ്ത്ത് പിടിച്ചിട്ട് അതേ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആൾക്കാരുടെ ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പൊതുജനം പലവിധമാണ്. ആൾക്കാർ നേരെ തിരിച്ച് എന്ത് വന്നാലും ചിന്തിക്കാതിരിക്കില്ല. ഒരു തെറ്റായിരുന്നു. ആലോചിക്കാതെ എടുത്ത ഒരു ആവേശപരമായ തീരുമാനമായിരുന്നു അത്. പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ഞാൻ അതിൽ ഖേദിച്ചു. പോസ്റ്റ് ചെയ്ത 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. പക്ഷേ അതിനിടയിൽ സബ്സ്ക്രിപ്ഷനിലുണ്ടായിരുന്ന ചിലർ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയും പിന്നീട് അത് സമൂഹ മാധ്യമങ്ങളിലാകെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. പലരും ഞാൻ ഇത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്തതെന്ന് ആരോപിച്ചു. ചിലർക്കെങ്കിലും അങ്ങനെ തോന്നാൻ കാരണങ്ങളുണ്ടാകാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് പേര്, ചിലരല്ല, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്ഷ്യലായിട്ട് നിൽക്കുന്ന സമയത്താണ് ഹൻസിക അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. പിന്നെ ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി അവർ ഖേദിക്കുന്നു പറയുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും പറയേണ്ട കാര്യമില്ല.
ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് കാലം മുന്നേ തന്നെ അവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കോൺട്രവേഴ്സി അടങ്ങിയതിന് ശേഷമാണ് തുടങ്ങിയിരുന്നെങ്കിൽ ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു, അപ്പം അങ്ങനെ അങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷെ അതിന് പിന്നിൽ അത്തരം ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു. 20 വയസ്സുള്ള ഒരാളായി ഞാൻ എന്നെ നോക്കിക്കൊള്ളാൻ ആവശ്യത്തിലധികം സമ്പാദിക്കാൻ ഭാഗ്യമുള്ളവളാണ്. ഈ പ്രായത്തിൽ മനസ്സിലായില്ല. വർഷങ്ങളായി നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ സ്നേഹവും പിന്തുണയും കാരണം പ്രശസ്തി എന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതോ കുറവുള്ളതോ ആയ ഒന്നല്ല. അവർക്ക് പ്രശസ്തി താല്പര്യമില്ല, പണവും താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ബട്ട് വൈ എന്നൊരു സംഭവം ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ ചിലപ്പോൾ തെറ്റുപറ്റിയതായിരിക്കാം. ഇതെനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എൻ്റെ സഹോദരി ഒരു വർഷത്തിലേറെയായി പ്രവർത്തിച്ചിരുന്ന ഒരു മ്യൂസിക് വീഡിയോ, അതിൽ ഞാനും അഭിനയിച്ചിരുന്നതാണ്. ഈ സംഭവത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങാനിരുന്നതായിരുന്നു. എൻ്റെ പ്രവൃത്തികളുടെ ഫലത്തെക്കുറിച്ച് ഞാൻ യഥാർത്ഥത്തിൽ ചിന്തിച്ചിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് അതിൻ്റെ റിലീസിന് തൊട്ട് മുമ്പ് അവളുടെ പ്രവർത്തനത്തെ ബാധിക്കാവുന്ന ഒന്നും ഞാൻ ഒരിക്കലും ചെയ്തിരിക്കില്ലായിരുന്നു. കറക്റ്റ്. ഞാൻ ഇതാണ് ആ ഒരു വിഷയത്തിൽ അന്ന് ചിന്തിച്ച കാര്യം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു സമയത്ത് ഇത് ഇറങ്ങുന്നതിന് മുന്നേ ഈ ഒരു പരിപാടി ചെയ്തത്. പിന്നെ ഇതിൽ ചില ആൾക്കാർ വേറൊരു സംഭവം ചെയ്യും, അത് ചിലപ്പോൾ ഇതിലുണ്ടായോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം വെച്ചാൽ നമ്മളുടെ എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പോൾ മൂവി ആക്ടേഴ്സും കാര്യങ്ങളും അവരൊക്കെ എല്ലാവരും മൂവിയൊക്കെ ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ അധികം ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആർട്ട് ഫോമോ ആർട്ട് വർക്കോ കാര്യങ്ങൾ ഇറക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ അത് നോർമൽ കണ്ടീഷനിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്നിടത്ത് ഒരു കോൺട്രവേഴ്സിക്ക് ശേഷമാണ് അത് ഇറക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് കൂടുതൽ ശ്രദ്ധയും മൈലേജും കൂടുതൽ കിട്ടും. പക്ഷേ ആ പൂക്കൾ എന്നാണ് അതിൻ്റെ പേരെന്ന് മനസ്സിലാക്കുന്നു. ഞാനത് കണ്ടതാണ്. കണ്ട സമയത്ത് തന്നെ എനിക്ക് ഒരു ആവറേജ് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളത് ചെയ്തിട്ടല്ല, പക്ഷെ എന്നാലും ഒരു ആവറേജ് ഭയങ്കര ഒരു അതിനെ കൊടുത്ത ഹൈപ്പ്, അതിനുശേഷം വന്നിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടാണ് പറയുന്നത്, അത് കൊടുത്ത ഹൈപ്പിന് മാത്രം ഒന്നും ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഒരു ആവറേജ്. പക്ഷേ ഈ ഒരു വിഷയം അന്ന് അതിൻ്റെ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടാനും ഇതിന് ചർച്ചാ വിഷയമാക്കാനും, ഒരുപക്ഷെ ചിലപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ ഇൻട്രാക്ഷൻ വന്നതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ ഒക്കെ അത്രയും ഇതായത്. ആ പൂക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള പൂക്കൾ തന്നെ പേര് ബട്ട് ഐ റിമെമ്പർ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ പിന്നെ ആ ഒരു ആൽബം, ഒരു ആവറേജ് ആൽബം എന്നുള്ള കണ്ടീഷനിൽ അതിൻ്റെ ആ വീഡിയോസും ഇവർ കൊടുത്ത ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒരുപാട് ഓവർ ഹൈപ്പ് ഇട്ടിട്ടും പ്രത്യേകിച്ച് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ കൊടുത്തിട്ടാണ് അഹാനയൊക്കെ വന്നിരുന്നത് സംസാരിക്കുന്നുണ്ടുള്ളത്. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ആ വീഡിയോ പോലും അന്ന് ആ ഇൻ്റർവ്യൂസ് പോലും അന്ന് ചർച്ചാ വിഷയമാവാൻ കാരണം ഈ സബ്സ്ക്രിപ്ഷൻ. കാരണം ആ സമയത്ത് ഇത് കത്തി നിൽക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ ഹൻസികയും രണ്ടുപേരും കൂടി വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഒന്നും ഇവിടെ അങ്ങനെ ആരും കാണേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. ഓക്കെ, 3 ദിവസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങി എൻ്റെ ഫലത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അതിൻ്റെ റിലീസ് തൊട്ട് മുമ്പ് അവളുടെ പ്രവർത്തനത്തെ ബാധിക്കാവുന്ന ഒന്നിനും ഞാൻ ഒരിക്കലും ചെയ്തിരിക്കില്ലായിരുന്നു. ഭാഗ്യവശാൽ ഈ സംഭവം ആ മ്യൂസിക് വീഡിയോയെ ബാധിച്ചില്ല. അതിനൊന്നും കൂടി പബ്ലിസിറ്റി കിട്ടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്, കാരണം പ്രത്യേകിച്ച് ആ കോൺട്രവേഴ്സി നിൽക്കുന്ന സമയത്തുണ്ട്. എങ്കിലും അതിലൂടെ ആളുകൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ലായിരുന്നു. ഓക്കെ, ഉറപ്പില്ല. അതൊരു സത്യസന്ധമായ തെറ്റായിരുന്നു. ഞാൻ അതിൽ ആഴത്തിൽ ഖേദിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഖേദിച്ചേക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പല ആൾക്കാരുടെ ലൈഫിലും പല കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പോവുക. സോഷ്യൽ മീഡിയ എന്താണെന്ന് ഇവർക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവർക്ക് അറിയാലോ എന്താ സോഷ്യൽ മീഡിയ എന്നുള്ളത്. ഞാൻ ചെയ്തതിലൂടെ യഥാർത്ഥമായി വേദന അനുഭവിച്ച 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും എൻ്റെ കുടുംബവും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിൻ്റെ മാനസിക ആഘാതവും പ്രത്യാഘാതങ്ങളും നേരിട്ട് ഞങ്ങളായിരുന്നു. മറ്റാരും ഞങ്ങളെപ്പോലെ അതിൻ്റെ നേരിട്ടുള്ള ആഘാതം അനുഭവിച്ചിട്ടില്ല. അതിനുശേഷം ഉണ്ടായ ബുള്ളിയിങ്ങും പീഡനവും വിദ്വേഷവും എനിക്ക് അത്യന്തം വേദനാജനകമായിരുന്നു. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ആളുകൾ എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പൊതുപ്രവർത്തക ആയിട്ടുണ്ടോ, സോഷ്യൽ മീഡിയ പേഴ്സൺ ആയിരിക്കാം അല്ലേ, ഇതിൻ്റെ മലയാളം ചിലപ്പോൾ അത് മാറിയതായിരിക്കാം. അത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില സമയങ്ങളിൽ പ്രതികരണങ്ങളും വിമർശനത്തിൻ്റെ പരിധി കടന്നു. ചിലർ ഈ സാഹചര്യം തങ്ങളുടെ അക്കൗണ്ടുകളിൽ കൂടുതൽ എൻഗേജ്മെൻറ്റ് നേടാനുള്ള ഒരു പദ്ധതിയാക്കി മാറ്റി. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ദീസ് ഡേയ്സ്. കാരണം വെച്ചാൽ അങ്ങനെയാണ് ഇതിന് തംബ്നെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ദാറ്റ്സ് ഹൗ തിങ്സ് വർക്ക്. ശരി തന്നെയാണത്. മാറ്റി. അവർ നിരവധി വീഡിയോകൾ ഉണ്ടാക്കി. ഞാൻ ഒരൊറ്റ വീഡിയോ പോലും വെച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അവർക്കത് ഒരു കോണ്ടൻറ്റ് അവസരം മാത്രമായിരുന്നു. ആ വീഡിയോകളിൽ പലതും എന്നെയും എൻ്റെ കുടുംബത്തെയും വേദനിപ്പിക്കുന്ന ഭാഷയും വിദ്വേഷവും പ്രചരിപ്പിച്ചു. മറ്റൊരാളുടെ വേദനയിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നവരോടോ സൈബർ ബുള്ളിയിങ്ങിൽ ഏർപ്പെടുന്നവരോടോ എനിക്ക് പറയാനൊന്നുമില്ല. എൻ്റെ തെറ്റ് മാറ്റി നിർത്തിയാലും ഈ അനുഭവം മറ്റൊരു മനുഷ്യനോട് ആളുകൾ എത്ര എളുപ്പത്തിൽ വിദ്വേഷം കാണിക്കാമെന്ന് എന്നെ ചിന്തിപ്പിച്ചു, പ്രത്യേകിച്ച് അവരെ വ്യക്തിപരമായി ബാധിക്കാത്തൊരു കാര്യത്തിന് വേണ്ടി. അങ്ങനെയാണ് ദാറ്റ്സ് ഹൗ സോഷ്യൽ മീഡിയ വർക്ക്സ് ദീസ് ഡേയ്സ്. നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കൊരു സംഭവം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് സാധാരണ ഒരു കോൺട്രവേഴ്സി ആയിരുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഇവർക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ അവർ പറഞ്ഞല്ലോ, ഞാനിവിടെ സഹതാപം തേടാനോ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ വന്നതല്ല. കഴിഞ്ഞ 1 മാസമായി
എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ടായിരുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. 299 രൂപയിൽ നിന്ന് 399 രൂപയാക്കി സബ്സ്ക്രിപ്ഷൻ നിരക്ക് വർദ്ധിപ്പിച്ചതിനെക്കുറിച്ചും പലരും ചോദിച്ചു. എല്ലാം വ്യാപകമായി പ്രചരിച്ചപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് സബ്സ്ക്രിപ്ഷൻ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നായിരുന്നു. പക്ഷേ അതുകൊണ്ട് കൂടുതൽ അഭ്യൂഹങ്ങളും നെഗറ്റിവിറ്റിയും ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. പക്ഷെ അത് നിന്നിരുന്നില്ല സബ്സ്ക്രിപ്ഷൻ, അല്ലേ? അതിനാലാണ് ആ സമയത്ത് കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറയ്ക്കാനായി ഞാൻ നിരക്ക് വർദ്ധിപ്പിച്ചത്. അങ്ങനെയൊക്കെ ഉണ്ടോ? അറിയില്ല കേട്ടോ. നിങ്ങൾ പറയൂ, അഭിപ്രായം നിങ്ങൾ പറയൂ. ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എൻ്റെ സത്യം പങ്കുവയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം സബ്സ്ക്രിപ്ഷനുകൾ പെട്ടെന്ന് വർദ്ധിച്ചതിലൂടെ ലഭിച്ച മുഴുവൻ തുകയും ഒരു സാമൂഹിക കാരണത്തിനായി ദാനം ചെയ്തിട്ടുണ്ടെന്നും അതിൽ നിന്ന് ഞാൻ വ്യക്തിപരമായി 1 രൂപ പോലും എടുത്തിട്ടില്ലെന്നും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ വെരി ഗുഡ്, നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ, വളരെ നല്ല കാര്യം. നിങ്ങൾ ആ പറഞ്ഞത് കറക്റ്റാണെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങൾ ഇത് കണ്ട് കാശ് കൊടുത്തവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. പക്ഷെ അവരും ഇൻടേൺ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ചാരിറ്റി, അല്ലേ? അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം. എൻ്റെ പ്രവർത്തനങ്ങൾ കാരണം വേദനിച്ചവരോടും നിരാശയായവരോടും ഞാൻ ഹൃദയത്തിൽ നിന്നുള്ള ക്ഷമ ചോദിക്കുന്നു. ഞാൻ നിങ്ങളിൽ പലരെയും നിരാശപ്പെടുത്തിയെന്ന് എനിക്കറിയാം. അതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. പക്ഷേ ഇത് മോശം ഉദ്ദേശത്തോടെയോ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതോ ആയിരുന്നില്ലെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കംപ്ലീറ്റ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ വിശ്വസിക്കാം. ഒരു നിമിഷത്തെ തെറ്റായ നമ്മളെ വിശ്വാസമില്ലായ്മയൊക്കെ ഇരിക്കണം. അതൊക്കെ അവരെ സബ്സ്ക്രൈബേഴ്സിനോടും ഫോളോവേഴ്സിനോടും വെൽവിഷേഴ്സിനോടൊക്കെ പറയുന്ന കേട്ടോ. നമ്മൾ ആ ഗണത്തിൽ പെടാത്തതുകൊണ്ട് തീർക്കണില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പ്രതീക്ഷിക്കുക. ഒരു നിമിഷത്തെ തെറ്റായ വിധി നിർണയത്തിൽ നിന്നാണ് ഇതുണ്ടായത്. ഈ അനുഭവം എന്നെ നിരവധി കഠിനവും വിലപ്പെട്ടതുമായ പാഠങ്ങൾ പഠിപ്പിച്ചു. വരും വർഷങ്ങളിൽ കൂടുതൽ ബുദ്ധിയുള്ളതും നല്ലതുമായ ഒരാളാകാൻ ഇത് എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് സംഭവിക്കേണ്ടത്. കാരണം നമ്മളെ പാസ്റ്റ് മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ചതിന് ശേഷം മുന്നേറുകയാണ് വേണ്ടത്. അതൊക്കെ ആരെങ്കിലും എഴുതി കൊടുത്തിട്ട് അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്തായിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇഫ് ഇറ്റ്സ് ഫ്രം യുവർ ഹാർട്ട്, നല്ല കാര്യം കേട്ടോ. ഇതായാലും വിലയിരുത്താൻ നമ്മൾ ആരുമല്ല, നമ്മളിങ്ങനെ ഒരു സംഭവം നടന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഈ സംഭവം ചിലർ എന്നെ കാണുന്ന രീതിയെ മാറ്റിയിരിക്കാം. പക്ഷേ നിങ്ങൾ എപ്പോഴും അറിയുന്ന ആ വ്യക്തിയായി തന്നെ എന്നെ കാണുന്നത് അവസാനിപ്പിക്കുന്നില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇപ്പോഴും അതേ വ്യക്തിയാണ്. നിങ്ങൾ നൽകിയ അതേ മനസ്സിലാക്കലും കരുണയും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാലക്രമേണ നിങ്ങൾ എന്നെ ക്ഷമിക്കുകയും മറ്റൊരു അവസരം നൽകുകയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പ്രയാസകരമായ സമയത്ത് എനിക്കൊപ്പം നിന്ന എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നിങ്ങളിൽ പലർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി ഹൻസിക എന്നും പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇവർ പങ്കുവച്ചിട്ടുള്ളത്. ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. എന്നിട്ട് അവർ ഇതിൻ്റെ കമൻറ്റ് ബോക്സ്, ഇതിന് ഈ പറഞ്ഞ ഈ ഒരു സംഗതിനെ എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് നോക്കി കണ്ടിട്ടുള്ളത്. അഹാന കൃഷ്ണ ഹൻസു എന്നിവരുടെ ലവ് കൊടുക്കുന്നു. ഒരുപാട് പേര് പറയുന്നത് നീ നല്ലൊരു കുട്ടിയാണെന്ന് ഇതിന് അപ്പോളജൈസ് ചെയ്ത് കണ്ടാൽ അറിയാം. മോളെ സമൂഹം വളരെ മോശമാണ്, നല്ലത് പറഞ്ഞ ഉപദേശമായിരുന്നു. ദിയാകൃഷ്ണ ആ സമയത്ത് വേറൊരു വിഷയത്തിൽ നമ്മളെ വഴി കിടക്കണവരെ അമ്മ എന്ന് വിളിച്ച പരാമർശത്തിൽ വേറൊരു വിഷയത്തിൽ നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് വി നോ ഹൂ യു ആർ ഹൻസു, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ അടിയിൽ കമൻറ്റ് സിസ്റ്റർ അല്ലേ, അത് ഞങ്ങൾക്കറിയാം. ആൻഡ് വാട്ട് അബൌട്ട് യു ദിയാകൃഷ്ണ, വാട്ട് അബൌട്ട് യു? അവിടെയും ദിയേനെ ചോദ്യം ചെയ്യണം ആൾക്കാർ. ലുക്ക് ഹൗ ബ്യൂട്ടിഫുള്ളി ഷീ ഹാൻഡിൽ ദ സിറ്റുവേഷൻ. കണ്ടോ എത്ര മെച്യൂരിറ്റിയോട് കൂടിയാണ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവൾ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്. അപ്പോളജൈസ് ചെയ്യാനുള്ളൊരു ഹൃദയം ഉണ്ടായി. ഏജ് ഹാസ് നോ റിലേഷൻ ടു മെച്യൂരിറ്റി. പക്വതയും പ്രായം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വിച്ച് ഇസ് പ്രൂവ്ഡ് ബൈ യുവർ സിസ്റ്റർ. ദിയാകൃഷ്ണയ്ക്കുള്ള മറുപടിയായിട്ട് കൊടുക്കുന്നത്. വിച്ച് ഇസ് പ്രൂവ്ഡ് ബൈ യുവർ സിസ്റ്റർ, ലേൺ ഫ്രം ഹെർ. അപ്പോൾ ദിയാകൃഷ്ണയോട് അവിടെ പറയുന്ന ഡയലോഗ് എന്ന് വെച്ചാൽ ഹൻസിക അത് പറഞ്ഞോടുകൂടി ദിയനോട് പറയുന്നത് വെച്ചാൽ നീ നിൻ്റെ അനിയത്തിയെ കണ്ടു പഠിക്കുന്നു. അവിടെ ഇട്ടു ദിയാകൃഷ്ണ നീ എപ്പോഴാണ് നന്നാവുക ഇത് പറയുന്ന സമയത്ത്. പിന്നെ തെറികളുണ്ട്. ദിയയ്ക്ക് അത്യാവശ്യം അവിടെ നല്ല തെറികൾ കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ അശ്വിൻ്റെ ആ ഒരു വിഷയം, വഴി കിടക്കുന്ന ആ ഒരു വിഷയം കൊണ്ടാണ്. പിന്നെ ഇതിൽ നമ്മളെ കോമൻ്റായിട്ട് നമ്മുടെ പേർപ്പിൾ വന്നിട്ടുണ്ട്. നമ്മളെ സബ്സ്ക്രിപ്ഷന് കോളിലൊക്കെ കൊള്ളിച്ചിട്ടുള്ള പേർപ്പിൾ, മൈ ഹാർട്ട് ബീറ്റ് ഓൾവേസ് വിത്ത് യു, വിൽ ഹോൾഡ് യുവർ ഹാൻഡ്സ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് അവരെ കുടുംബം മൊത്തം അമ്മയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പലരും അങ്ങോട്ട് അശ്വിൻ്റെ മെസ്സേജ് ഉണ്ട്. എല്ലാവരും റിപ്ലൈസ് അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഐ ഹാവ് എ ഡോട്ടർ ഓഫ് യുവർ ഏജ് ഓണിങ് അപ് ടു മിസ്റ്റേക്ക് ആൻഡ് അപ്പോൾ ഓക്കെ. എന്തായാലും ആൾക്കാർ ഒരുപാട് പേര് അതിനെ വെൽക്കം ആയിട്ട് ഈ കുട്ടി പറഞ്ഞ കാര്യം ഇപ്പം ഞാനിതൊന്ന് വായിച്ച സമയത്ത് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ
ഞാൻ ആരെങ്കിലും എഴുതി കൊടുത്തതാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഫ്രം ഹെർ സൈഡിൽ നിന്നാണെങ്കിൽ കൂടി വളരെ മെച്ചുവറായിട്ടുള്ള ഒരു ഡിസിഷനും വളരെ മെച്ചുവറായിട്ടുള്ള ഒരു നോട്ടുമാണ് അവരെ ഭാഗത്ത് ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പോളജി ഓൾമോസ്റ്റ് ലൈക്ക് ആൻ അപ്പോളജി എക്സ്പ്ലനേഷനാണ് വന്നിട്ടുള്ളത്. നമ്മൾ എടുക്കാതിരിക്കുക നമ്മൾ ഞാൻ ജസ്റ്റ് കണ്ട സമയത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഈ വിഷയത്തിൽ ആൾക്കാർ ചർച്ച ചെയ്തിട്ട് അങ്ങോട്ട് വിട്ടിരിക്കുന്നത് അവിടെ ദിയ കൃഷ്ണനാണ്. അത് അപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ദിയ ലേൺ ഫ്രം യുവർ സിസ്റ്റർ, നിൻ്റെ സിസ്റ്റർ അടുത്തുനിന്ന്. കാരണം ദിയ അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത്. ഇതുപോലെ ഈ ഒരു മെച്യൂരിറ്റിയിൽ കൂടെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. അതിനേക്കാളും ചെറുതാണെങ്കിൽ കൂടി ഈ കുട്ടി ഒന്നും കൂടി ഈ രീതിയിൽ ഹാൻഡിൽ ചെയ്തു, അല്ലെങ്കിൽ അതിന് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു. യെസ്, ഓക്കെ. അപ്പോൾ അതാണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. നമുക്കടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.